ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം കേരളം. കേരളമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന LP UP വിഭാഗം ചോദ്യങ്ങളടങ്ങിയ പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് രേഖപ്പെടുത്താനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം. കേരളത്തിൽ മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് ഉള്ളത്? ചൂളന്നൂർ, പാലക്കാട് ജില്ലയിലെ ചൂളന്നൂർ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? കരിമ്പ്. കരിമ്പ്. ലോകത്തെ ആദ്യത്തെ തേക്ക് തോട്ടവും മ്യൂസിയവും കേരളത്തിൽ എവിടെയാണ്? നിലമ്പൂർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ആരാണ്? ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോൺ. ഭൂമിയിലെ ജീവികളിൽ ഏറ്റവും ആയുസ് കൂടിയ ജീവി ഏതാണ്? ഉത്തരം ആമ. ആമയാണ്. മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ്? മൈന. മൈന എന്നാണ് മാസികയുടെ പേര്. പ്ലാച്ചിമട പഞ്ചായത്തിൽ കൊക്കക്കോള കമ്പനി നടത്തിവന്ന ജലചൂഷണത്തിന് എതിരായ സമരത്തിന് നേതൃത്വം നൽകിയ സ്ത്രീ മൈലമ്മ. മൈലമ്മ. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സാലിം അലി. സാലിം അലി. കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാര്? ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ. കേരളത്തിൽ ശലഭോദ്യാനം ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ്? ഉത്തരം ആറളം. കണ്ണൂർ ജില്ലയിലെ ആറളം. കടലുണ്ടി പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. ഏറ്റവും വളക്കൂറുള്ള മണ്ണിനം ഏതാണ്? മേൽമണ്ണ്. ഏറ്റവും വളക്കൂറുള്ള മണ്ണ് മേൽമണ്ണ്. പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന ഒരിനം സസ്യം പൂവിടുന്നത് 12 വർഷം കൂടുമ്പോഴാണ്. ഏതാണ് ആ സസ്യം? നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി. നമ്മുടെ സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ചിട്ടുള്ളത് ഏതിനെയാണ്? ഉത്തരം കരിമീൻ. കരിമീൻ ആണ് സംസ്ഥാന മത്സ്യം. ജന്തുക്കളെപ്പോലെ സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്നു കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ്. ജഗദീഷ് ചന്ദ്ര ബോസ്. സസ്യങ്ങളിലെ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഘടകം ഏതാണ്? ഹരിതകം. ക്ലോറോഫിൽ എന്നാണ് ഇംഗ്ലീഷിൽ. ഹരിതകം അഥവാ ക്ലോറോഫിൽ ഇല്ലാത്ത സസ്യം ഏതാണ്? കുമിൾ അല്ലെങ്കിൽ കൂൺ. പൂക്കോട് തടാകം ഏതു ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം. പ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? പത്തനംതിട്ട. ധാരാളം ജലഗതാഗത മാർഗങ്ങൾ ഉള്ളതിനാൽ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോകൾക്ക് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന പേരിൽ
ആത്മകഥ രചിച്ച പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകന്റെ പേര്? VN ഗാഡ്ഗിൽ. ആര് പ്രധാനമന്ത്രി ആയപ്പോഴാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം കൊണ്ടുവന്നത്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണത്തിനായുള്ള നാഷണൽ പാർക്ക്, ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. കൊല്ലത്തുള്ള ശാസ്താംകോട്ട കായൽ. പ്രകൃതിയിലെ കലപ്പ എന്ന് വിളിക്കുന്നത് ഏതു ജീവിയെയാണ്? പ്രകൃതിയിലെ കലപ്പ, മണ്ണിര. മണ്ണിരയെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ ആണ്. സംസ്ഥാന ശലഭം ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.